ക്ലാസ് 4 മലയാളത്തിൻ്റെ യൂണിറ്റ് 6 ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. യൂണിറ്റ് 6 ഓർമ്മകൾ ഉണരുമ്പോൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസുകൾ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നോക്കിക്കേ, അപ്പൊ അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അല്ലേ? നല്ല മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പടമാണ്? മാവിൽ നിറച്ച് മാമ്പഴം ഉണ്ടല്ലേ? കുട്ടികളൊക്കെ പെറുക്കുന്നതിന്റെ ഒരു പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? വേനലവധിയൊക്കെ ആവുമ്പോൾ മാവിൻ ചൂട്ടിൽ മാമ്പഴം പെറുക്കാന് നടന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? എന്നാൽ ഇന്നത്തെ പോലെ ടിവിയോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാതിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള കുട്ടികളുടെ ലോകം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രശസ്ത കവി ചെമ്മനം ചാക്കോ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചെമ്മനം ചാക്കോ എവിടെ ജനിച്ചെന്നറിയാവോ? കോട്ടയം ജില്ലയിലെ മുളക്കുളം എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഇന്നത്തെ പോലെയുള്ള വലിയ ബാഗുകളോ കളർ പെൻസിലുകളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഒരു തലമുറയുടെ നിഷ്കളങ്കമായ കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കഥയൊന്ന് വായിച്ചു നോക്കിയാലോ? ഓർമ്മകൾ ഉണരുമ്പോൾ കഴിഞ്ഞ കാലമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട്. ഭാഷയിൽ കഥകളും കവിതകളും മറ്റും വായിക്കുമ്പോൾ നമുക്കുള്ളിൽ അതെല്ലാം തെളിഞ്ഞു വരും. എനിക്കൊരു മാമ്പഴം, കാറ്റേ വാ കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾ കുട്ടികൾ ചൊല്ലി നടന്ന ഒരു നാടൻ പാട്ടാണിത്. 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളായ നിങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ കൗതുകം കാണുമല്ലോ ഇല്ലേ? വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ചെമ്മനം എന്നത് വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യകാലമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് അവിടെയെല്ലാം റബ്ബർ മരങ്ങൾ മാത്രം. 6 വയസ്സിലാണ് അന്ന് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അതിനു മുന്നും ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. മിക്ക ദിക്കുകളിലും പേരുകേട്ട ആശാന്മാരുണ്ടാകും. പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ നാരായം കൊണ്ട് ആശാൻ അക്ഷരങ്ങൾ എഴുതിത്തരുന്നു. അ, ആ, ഇ, ഈ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളും ക, ച, ഠ, ഥ, പ ആദിയായ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കുട്ടി പഠിക്കുന്ന ക്രമമനുസരിച്ച് ഓലയിൽ എഴുതിത്തരും. തല്ലി മെഴുകിയ നിലത്ത് മണൽ വിരിച്ച് മണലിൽ വിരൽ കൊണ്ടാണ് എഴുത്ത്. എഴുതുന്നത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം. ഉച്ചാരണ ശുദ്ധി ആശാൻ പ്രത്യേകം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. തെറ്റിച്ചാൽ ചെവി പൊന്നാക്കിയത് തന്നെ. മണൽ കൊണ്ടുപോകുന്നത് തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കയിലാണ്. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓലപ്പിടുത്തം എന്ന ചടങ്ങുണ്ട്. ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണ്. അവിൽ വിളയിച്ചതും ചക്കര കാപ്പിയും ഉറപ്പ്. ആൺകുട്ടികളുടെ വേഷം കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടുമായിരുന്നു. നിക്കർ അന്ന് ഗ്രാമാന്തരങ്ങളിൽ തല കാണിച്ചിട്ടില്ല. അതേസമയം പെൺകുട്ടികൾക്ക് അരപ്പാവാട സാധാരണമായിരുന്നു. സ്കൂളുകളിൽ നിന്ന് വന്നാൽ ഓട്ടവും ചാട്ടവും പന്തുകളിയും ഗോലികളയും കുളത്തിൽ ചാടി നീന്തലും മറ്റുമാണ്. കുട്ടികൾക്ക് ട്യൂഷൻ എന്നത് കേട്ടിട്ടുപോലുമില്ല. അവധി ദിവസത്തെ കാര്യം പറയാനുമില്ല. മലയിൽ പോയി കശുമാങ്ങ പറിച്ചു തിന്ന് വയറ് വീർപ്പിക്കും. കശുവണ്ടി ശേഖരിച്ചു വെക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയുമെല്ലാം പെറുക്കിയെടുക്കുന്നത് പിള്ളേരുടെ അവകാശമാണ്. കശുവണ്ടിയും മുളകുമെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് പിള്ളേർക്ക് തരും. അത് പള്ളിപ്പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചും മറ്റും വാങ്ങാനുള്ള സമ്പാദ്യമാണ്. ധനു, മകരം മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അതിരാവിലെ കരിയിലകൾ വാരിക്കൂട്ടി കത്തിച്ച് തീയാകുന്നതിൻ്റെ സുഖം ഒന്നു വേറെ തന്നെ.
മാമ്പഴത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. മധ്യവേനൽ അവധിക്കാലം പൊതുവെ മാമ്പഴക്കാലമാണ്. പറമ്പുകളിൽ നാട്ടുമാവും കോട്ടമാവും ഉണ്ട്. നാട്ടുമാവിന്റെ മാങ്ങ ചെറുതാണ്, പുളി കൂടും, പഴുക്കുമ്പോൾ നല്ല മധുരവും. കോട്ടമാങ്ങ വലുതാണ്, പുളി കുറവും, സാമാന്യം നല്ല മധുരവും ഉണ്ടാകും. പുളിയും മധുരവുമെല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ചില നാട്ടുമാവിന്റെ മാങ്ങ ചെറുതായിരിക്കും. അതിന്റെ മാമ്പഴം തൊലി കളഞ്ഞ് വായിലിട്ട് ഈമ്പി ഈമ്പി തിന്നാവുന്നതേ ഉള്ളൂ. വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും തൊണ്ട് ചെത്തി പൂളി തിന്നണം. പലരും തിന്നാൻ നോക്കി നിൽക്കെ ഒരാളാകും തൊണ്ട് ചെത്തുന്നത്. അതിനാൽ ആദ്യത്തെ പൂളിന് കൊതിപ്പൂള് എന്നായിരുന്നു പേര്. കൂടുതൽ ദശപ്പുള്ള അടുത്ത പൂളിന് പള്ളപ്പൂള് എന്ന് പറയുന്നു. അടുത്ത പൂള് മാങ്ങയുടെ ആകൃതി അനുസരിച്ച് വളഞ്ഞിരിക്കും. അതിനാൽ അതിന്റെ പേര് കോടാലി പൂള് എന്നാകുന്നു. ഇങ്ങനെ എല്ലാ പൂളും പൂളിക്കഴിഞ്ഞാൽ നുറുക്കി തിന്നുന്നു. മാങ്ങാണ്ടി ദൂരേക്കെറിയുന്നു. ഹായ്, നാക്കിൽ വെള്ളമൂറുന്നു. അതിരാവിലെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും എഴുന്നേറ്റ് മാവിന്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന മാമ്പഴമെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും. അതിനാൽ ഉച്ച തിരിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും കുട്ടികളുടെ കൊതിയ സമാജം വരിക്കമാവിന്റെ ചുവട്ടിൽ കൂടും. ചില ദിവസം നല്ല കാറ്റൂതും. പെട്ടെന്ന് പെട്ടെന്ന് മാമ്പഴം കിട്ടും. ചില ദിവസം മാമ്പഴ വീഴ്ച തീരെ കുറവായിരിക്കും. മുകളിൽ ചോരക്കുടം പോലെ പഴുത്തു നിൽക്കുന്നത് ഞങ്ങൾ കാണുകയും ചെയ്യാം. വലിയ ഇച്ഛാഭംഗമാണ് മനസ്സിൽ മാമ്പഴം വീഴാത്തതിൽ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞു തന്ന ചില സൂത്രവിദ്യകളുണ്ട് പ്രയോഗിക്കാൻ. അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ചത് പകർന്നു കിട്ടിയതാണ്. പഴുത്ത 3 മാവിലെ ചുവട്ടിൽ വീണ് കിടക്കുന്നതെടുത്ത് തലയിൽ വയ്ക്കണം. ഓരോരുത്തരും മാവിലയ്ക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലെടുത്ത് വയ്ക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നതുവരെ ഈ പാട്ട് പാടിക്കൊണ്ട് മാവിനു ചുറ്റും നടക്കണം. കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ, ആറ്റേ വാ കിളിയേ വാ എനിക്കൊരു മാമ്പഴം കൊത്തിയിടോ, ചെലചെലെ ചെലച്ചുകൊണ്ടണ്ണാനെ വന്നെനിക്കൊരു മാമ്പഴം കുലുക്കിയിടോ. ചിലപ്പോൾ പെട്ടെന്ന് മാമ്പഴം വീഴും. കേവലം യാദൃച്ഛികതയാണ്. ഞങ്ങൾ ഇലയും കല്ലുമെല്ലാം ഇട്ടിട്ടോടും. ആദ്യം പെറുക്കിയെടുക്കുന്നയാളാണ് കേമൻ. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ട് തുടരും. ചില ദിവസം എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാകും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാടുന്ന ഞങ്ങൾ മാമ്പഴം വീഴാത്ത ദിവസം ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ചു പാടുമായിരുന്നു. കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. 87 കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ട് ഇന്നോർക്കാൻ എന്ത് രസം എൻ്റെ ഓമനകളെ. ആരാണ് എഴുതിയത്? ചെമ്മനം ചാക്കോ. എനിക്കൊരു മാമ്പഴം എന്ന ഓർമ്മക്കുറിപ്പ് നമ്മൾ വായിച്ചു കേട്ടല്ലേ. അപ്പൊ എഴുത്തുകാരൻ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മനോഹരമായിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ് അല്ലേ. ഒരു ആത്മകഥ എഴുതാൻ നിങ്ങളും അതുപോലെ ഒരു കഥ എഴുതാൻ വേണ്ടി പഠിച്ചിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾ ഈ പാഠഭാഗത്ത് കുറേ പുതിയ വാക്കുകൾ പഠിച്ചല്ലേ. ആശാൻ പള്ളിക്കൂടം. ആശാൻ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ നമുക്ക് LP സ്കൂളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഗ്രാമീണ വിദ്യാലയത്തിനെയാണ് എന്ത് പറയുന്നത്? ആശാൻ പള്ളിക്കൂടം എന്ന് പറയുന്നത്. ഇനി നാരായം കൊണ്ടായിരുന്നു അന്നൊക്കെ എഴുതിയിരുന്നത്. അതായത് പണ്ട് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കൂർത്ത ഒരു ഇരുമ്പ് ഉപകരണമായിരുന്നു എന്ത്? നാരായം. ഇനി തളിർച്ചെടിയുടെ പുതിയ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ തുടക്കം എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. മുക്കാൽ നൂറ്റാണ്ട്. മുക്കാൽ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 75 വർഷം. ചെവി പൊന്നാക്കുക, ചെവി പിടിച്ച് തിരിക്കുക. കുടുക്ക. കുടുക്ക എന്ന് വെച്ചാൽ എന്താണ്? തേങ്ങാത്തോടോ അല്ലെ മണ്ണുകൊണ്ടോ നിർമ്മിച്ച ചെറിയ പാത്രം. ഇതിൽ പണം നിക്ഷേപിച്ച് സൂക്ഷിക്കാം. ഓലപ്പിടുത്തം. ആശാൻ പള്ളിക്കൂടത്തിലെ പഠനം കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് മാറുന്നതിന് മുമ്പുള്ള ചടങ്ങിനെയാണ് നമ്മൾ ഓലപ്പിടുത്തം എന്ന് പറയുന്നത്. കോണകം. പണ്ട് ആൺകുട്ടികൾ അടിവസ്ത്രമായി ധരിച്ചിരുന്ന ഒരു ചെറിയ തുണി, അതിനാണ് കോണകം എന്ന് പറയുന്നത്. ഇച്ഛാഭംഗം. ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമം. യാദൃശ്ചികത. അപ്രതീക്ഷിതമായി
സംഭവിക്കുന്നത്. കൊതിപ്പൂൾ മാങ്ങ പൂളുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ കഷ്ണം. പിന്നെന്താണ്? പള്ളപ്പൂൾ മാങ്ങയുടെ മാംസളമായ വശങ്ങളിലെ വലിയ കഷണം. കോടാലിപ്പൂൾ മാങ്ങയുടെ ആകൃതിക്കനുസരിച്ച് വളഞ്ഞിരിക്കുന്ന കഷണം. നാട്ടുമാവ് നമ്മുടെ നാട്ടിൻ പുറങ്ങളില് തനിയെ വളരുന്ന മാവിനെയാണ് നാട്ടുമാവ് എന്ന് പറയുന്നത്. വിവിധ ആകൃതിയില് രുചിയില് മണത്തിലൊക്കെയുള്ള നാട്ടുമാങ്ങകള് ഉണ്ട്. ഇനി അവൽ വിളയിച്ചത് അത് നിങ്ങൾക്കറിയായിരിക്കും അല്ലെ? അവലും ശർക്കരയും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കുന്ന വിഭവമാണ് അവല് വിളയിച്ചത്. കശുമാവ് എന്ന് വെച്ചാൽ എന്താണ്? പറങ്കി മാവ്, പറങ്കി മൂച്ചി അല്ലെ കപ്പില് മാവ് എന്നൊക്കെ പേരിലാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വൃക്ഷമാണ്. അതിന്റെ ഫലവും വിത്തും എല്ലാം പോഷക സമൃദ്ധമാണ്. ഇനി ആറ്റക്കിളി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ്. കൂരിയാറ്റ, തൂക്കണാംകുരുവി എന്നെല്ലാം ഇവയ്ക്ക് പേരുണ്ട്. സാധാരണയായി ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? വയലുകൾക്ക് സമീപമാണ് ഇവ കൂട് വയ്ക്കുന്നത്. നെല്ലോല കൊണ്ട് നെയ്തെടുക്കുന്ന നീളവും ഉറപ്പുമുള്ള കൂടുകളാണ് ഇവയുടെ ഇത്. ഇനി പദം വികസിപ്പിച്ച് എഴുതാൻ പഠിച്ചിരിക്കണം. മാമ്പഴം എന്ന് വെച്ചാൽ എന്താണ്? മാവിന്റെ പഴം. ആശാൻ പള്ളിക്കൂടം, ആശാൻ നടത്തുന്ന പള്ളിക്കൂടം. കരിമ്പനയോല, കരിമ്പനയുടെ ഓല. പള്ളിപ്പെരുന്നാൾ, പള്ളിയിലെ പെരുന്നാൾ. വേനലവധി, വേനൽക്കാലത്തെ അവധി. മാവിൻ ചുവട്, മാവിന്റെ ചുവട്. മാമ്പഴ വീഴ്ച, മാമ്പഴത്തിന്റെ വീഴ്ച. ഇനി അവിടെ എന്തൊക്കെ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിലെ കഥ പറച്ചിൽ രീതിയും ഇതിലെ രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്താണുള്ളത്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗത്ത് ഒരാൾ മറ്റൊരാളുടെ കഥയാണ് പറയുന്നത്. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതകഥയാണ് വിവരിക്കുന്നത്. എന്നാൽ ഈ പാഠഭാഗത്ത് പ്രശസ്ത കവി ചെമ്മനം ചാക്കോ തൻ്റെ തന്നെ അനുഭവം കഥയായി പറയുകയാണ്. കാറ്റേ വാ കടലേ വാ എന്ന പാട്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിൽ പാടുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയെല്ലാം പാടാം? ദേഷ്യഭാവത്തിലും സങ്കടഭാവത്തിലും എല്ലാം ഈ പാട്ട് കൂട്ടുകാർ പാടി നോക്കണം. ഇനി 80-90 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച കുട്ടിയുടെ ജീവിതമാണ് ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലുള്ളത്. അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാലത്തെ പഠന രീതി ആദ്യം നോക്കാം. പഠന രീതി എന്തായിരുന്നു? പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? ആശാൻ പള്ളിക്കൂടങ്ങൾ മണലിൽ വിരൽ കൊണ്ടാണ് എഴുതി പഠിക്കുന്നത്. ഇന്നത്തെ കാലത്തോ ഹൈടെക് സ്കൂളുകൾ നോട്ട് ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടാബുകളും ഉപയോഗിക്കുന്നു. വേഷവിധാനോ? ആൺകുട്ടികൾക്ക് കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും പെൺകുട്ടികൾക്ക് അരപ്പാവാടയും ബ്ലൗസും. ഇന്നത്തെ കാലത്ത് പാന്റും ഷർട്ടും ചുരിദാർ സ്കൂൾ യൂണിഫോമുകൾ. ഇനി വിനോദങ്ങൾ എങ്ങനെയായിരുന്നു പഴയ കാലത്ത്? കുളത്തിൽ നീന്തൽ, ഗോലികളി, പന്ത് കളി, മാമ്പഴം പെറുക്കൽ, ഓട്ടം, ചാട്ടം, കല്ലുകളി. ഇന്നത്തെ കാലത്തോ വീഡിയോ ഗെയിമുകള്, TV കാണൽ, മൊബൈൽ ഫോൺ, ഇൻഡോർ ഗെയിമുകൾ. ഇനി പഴയ കാലത്ത് പ്രകൃതി എങ്ങനെയായിരുന്നു? നാട്ടുമാവുകളും പ്ലാവുകളും നിറഞ്ഞ കാടുകളും പറമ്പുകളും. ഇന്നത്തെ കാലത്ത് പറമ്പുകളിൽ ഭൂരിഭാഗവും റബ്ബർ തോട്ടങ്ങളോ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ആയി മാറി. ഇനി ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു? അവൽ വിളയിച്ചത്, ചക്കര കാപ്പി, മാമ്പഴം, കശുമാങ്ങ തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്തോ ബേക്കറി പലഹാരങ്ങള്, ഫാസ്റ്റ് ഫുഡ്, പാക്കറ്റിൽ കിട്ടുന്ന ലഘുഭക്ഷണങ്ങള്, പാനീയങ്ങളൊക്കെയാണ്. ഇനി സമ്പാദ്യം എങ്ങനെയായിരുന്നു? കശുവണ്ടിയും കുരുമുളകും വിറ്റ് കിട്ടുന്ന ചെറിയ തുകയായിരുന്നു. ഇന്നത്തെ കാലത്തോ മുതിർന്നവർ നൽകുന്ന പോക്കറ്റ് മണിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.